പ്രായമായ മാതാപിതാക്കന്മാർക്ക് കുട്ടികളെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്ത് താമസിക്കേണ്ട എന്നൊരു അവരുടെ ഒരു ആഗ്രഹവും കൂടിയുണ്ട്. സന്തോഷമുള്ള ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹം സന്തോഷമായിട്ട് മാറുകയുള്ളൂ. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് റിട്ടയർ ചെയ്ത കുറച്ച് പേരാണ് ഇതിന് ഒരു തുടക്കം കുറിച്ചത്, ഈ ഒരു ഐഡിയ കൊണ്ടുവന്നതും. കാരണം കമ്പാനിയൻഷിപ്പ് എന്നുള്ള ഒരു കൺസെപ്റ്റ് കേരളത്തിൽ ഇപ്പോൾ കാര്യമായിട്ട് നിലവിലില്ല. ഇപ്പം നമുക്കുള്ള ഹോം കെയർ എന്ന് പറയുന്നത് മിക്കവാറും ഒന്നുമില്ലെങ്കിൽ വീട്ടുജോലി അല്ലെങ്കിൽ ഹോം നഴ്സിംഗ് ഇത് മാത്രമായിട്ട് ചുരുങ്ങിയിരിക്കുന്നു. അവിടെ തന്നെ നമുക്ക് കിട്ടുന്ന ക്വാളിറ്റി ഓഫ് സർവീസ് പലപ്പോഴും മോശമാണ്. അത് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. കാരണം എൻ്റെ ഫാദർ ഇൻ ലോയുടെ കാര്യത്തിൽ ചില ഹോം നഴ്സുമാരെ കിട്ടിയവർ വളരെ നല്ലതായിരുന്നു, നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു. ചിലവരുടെ വളരെ മോശമായിരുന്നു. അവരെ മാറ്റിയെടുക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ദിവസം ഞങ്ങൾക്ക് വേറെ ആരും ഇല്ലാത്ത സാഹചര്യമൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ടാണ് ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഇതിനകത്തേക്ക് താല്പര്യമുള്ള ആൾക്കാരെ മാത്രം നമ്മൾ കൊണ്ടുവന്ന്, അതേപോലെ തന്നെ ഹോം നഴ്സിംഗ് ആവശ്യമില്ലാത്ത കേസിൽ പകൽ മാത്രമോ അല്ലെങ്കിൽ ഒരു കമ്പാനിയനായിട്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കാനോ ഉള്ളൊരു സാധ്യതയുണ്ട്. ഇത് പല രാജ്യങ്ങളിലും നിലവിലുണ്ട്, പലയിടത്തും നിലവിലുള്ളൊരു സംവിധാനമാണ്. പക്ഷെ കേരളത്തിൽ ആ ഒരു സംവിധാനം നിലവിലില്ല. ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ ഒരു കാഴ്ചപ്പാടിലുണ്ടായിരിക്കുന്ന മാറ്റം കൂടിയാണ്. കാരണം സന്തോഷമുള്ള ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹം സന്തോഷമായിട്ട് മാറുകയുള്ളൂ. മക്കൾ പുറത്തിരിക്കുമ്പോൾ അവർക്ക് സമാധാനമായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ അല്ലെങ്കിൽ അവരുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ആവശ്യങ്ങൾ നോക്കാൻ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഒരാളുണ്ട് എന്ന് മനസ്സിലുണ്ടെങ്കിൽ അത് അവർക്ക് വളരെ സമാധാനകരമായിരിക്കും. ആ ഒരു പോയിൻ്റാണ് നമ്മൾ കമ്പാനിയൻഷിപ്പിൽ അഡ്രസ്സ് ചെയ്യുന്നത്. അത് കാരണം നമ്മുടെ സമൂഹത്തിലെ ജെറിയാട്രിക് ആവശ്യങ്ങൾ കൂടുകയാണ്, ആൾക്കാരുടെ പ്രായം കൂടി വരുന്നു. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും പ്രായമുള്ളവരുടെ എണ്ണമാണ് ചെറുപ്പക്കാരെക്കാട്ടിലും കൂടുതലായിട്ട് കാണുന്നത്. ഒരു പാർക്കാവട്ടെ, ആശുപത്രി ആവട്ടെ, എവിടെ ചെന്ന് കഴിഞ്ഞാലും സീനിയർ സിറ്റിസൻസിനെയാണ് കൂടുതൽ. ട്രെയിനിൽ പോവുകയാണെങ്കിലും ഒക്കെ നമ്മൾ കൂടുതൽ സീനിയർ സിറ്റിസൻസിനെയാണ് കാണുന്നത്. പ്രായമായ മാതാപിതാക്കന്മാർക്ക് കുട്ടികളെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്ത് താമസിക്കേണ്ട എന്നൊരു അവരുടെ ഒരു ആഗ്രഹവും കൂടിയുണ്ട്. കാരണം സ്വാതന്ത്ര്യം, മക്കളുടെ സ്വാതന്ത്ര്യവും അവരുടെ സ്വാതന്ത്ര്യവും ഒരുപോലെ പോകണമെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് ജീവിക്കാനുള്ള ആ ഒരു ആഗ്രഹം അവർക്കുണ്ട്. ഇതൊരു റിട്ടയർമെൻറ്റ് ഹോമിലേക്ക് മാറുമ്പോഴോ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറുമ്പോൾ ആ സ്വാതന്ത്ര്യം കൂടി ഇല്ലാതെയായി പോകുന്നു. അതുകൊണ്ടാണ് നമുക്ക് സമൂഹത്തിന് ആ ഒരു ആവശ്യകതയുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഇത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞങ്ങൾ ചെറുപ്പമായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രായമായിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ കൂടെ ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഏകാന്തതയും വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഒരുമിച്ച് ഇത്തരം ഒരു ആശയത്തിലേക്ക് ഞങ്ങൾ കടന്നത്.